ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്കാട്ട് പോകണ സമയം 1:30. മാളൂട്ടീനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. അച്ഛനും അമ്മയും വരുന്നുണ്ട്, അവരെ പിക്ക് ചെയ്യാൻ പോവാണേ. 1:30 ഞങ്ങൾ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയ സമയത്ത് റോഡിൽ നല്ല വണ്ടികളുണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ ഇങ്ങനെയാണ്. എപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങിയാലും വണ്ടി ഉണ്ടാവും, തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം മതി, ഒരു 10 മിനിറ്റ്. ഇത് ഇപ്പോൾ 1:33 ആയിട്ടുണ്ട്. കുറച്ച് സമയം മതി, 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എയർപോർട്ടിലെത്തും. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത്. അച്ഛൻ വിളിച്ചിട്ടില്ല. ഇവിടുത്തെ സിമ്മൊക്കെ എടുത്തോണ്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ഇറങ്ങാൻ നേരത്ത് വിളിക്കാമെന്നാണ് പറഞ്ഞേക്കണത്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് പെട്ടെന്ന് എത്തും ഇവിടെ. അപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിലേക്ക് കയറുന്ന വഴി കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇത് നോക്കിയാൽ മൊത്തം ലൈറ്റല്ലേ, അപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ആ കയറി ചെല്ലുന്ന വഴി വലിയൊരു സ്ക്രീനുണ്ട്. അവിടെ ഓരോ വീഡിയോകൾ മാറി മാറി വരും. ഇതാണ് കേട്ടോ ഇവിടുത്തെ രാജാവിൻ്റെ വീഡിയോ ആണ് ആദ്യം നമ്മൾ കണ്ടത്. അപ്പം അവർ ഇപ്പം ഇറങ്ങി കാണും. ലഗേജൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ മതി, പുറത്തേക്ക് ഇറങ്ങി വരും. അച്ഛനും അമ്മയും വരുന്ന സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങൾ മാളുകുട്ടിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നില്ല, ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് ഉള്ള ദിവസം മാളൂന് നേരത്തെ എഴുന്നേക്കണമല്ലോ. അപ്പോൾ ഈ സമയത്ത് വന്നാൽ പിന്നെ ക്ലാസ് മുടങ്ങും. അപ്പോൾ പരീക്ഷയൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ക്ലാസ് ലീവ് എടുക്കാനും പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം മാളുകുട്ടിക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തി കേട്ടോ. പാർക്കിംഗ് ഏരിയ ആണിത്. പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോയി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. എന്നാലും പെട്ടെന്ന് എത്തും കേട്ടോ. ഇവിടെ 10 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ. ഞങ്ങളാദ്യം അവരിനി വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഗേജൊക്കെ എടുത്ത് ഇനി വരുമ്പോഴത്തേനും നല്ല സമയം എടുക്കും. ഈ സമയത്ത് കുറച്ച് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ട് ഞങ്ങൾ ചേർന്ന സമയത്ത്. കേരളത്തിൽ നിന്ന് തന്നെയുള്ള 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നണം. പിന്നെ അതുകൊണ്ട് ചെക്കിങ്ങിൻ്റെ സ്ഥലത്ത് നല്ല തിരക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ആ മഞ്ഞ ചുരിദാറിട്ടതാണ് കേട്ടോ അമ്മ. അച്ഛനും അമ്മയും കൂടെ ദേ വരുന്നു. നന്നായി ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. രാത്രിയുള്ള യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അവരെ കണ്ടതിൻ്റെ സന്തോഷത്തിലായിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മസ്കറ്റിലെത്തി. ഞങ്ങളിത് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അതേന ഇനി ലഗേജൊക്കെ എടുത്ത് കയറണം. മാളുകുട്ടി ഉറക്കത്തിലാണ്. മാളുകുട്ടീനെ ചെന്ന് പിടിച്ചത് കണ്ടിട്ട് വേണം ഇനി കിടത്താനായിട്ട്. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ അച്ഛനും അമ്മ എന്തേ ഇതാ മസ്കറ്റിലെത്തിയിരിക്കുന്നു. മസ്കറ്റിലെത്തി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.